എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് vhskepper.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് വെബ്സൈറ്റ്. അത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള അതേ സെയിം വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിം ആയിട്ടുള്ള മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ്, അതുപോലെ തന്നെ ഇവിടെ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം അതുകൂടി നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ എത്രാമത്തെ ഓപ്ഷൻ, അതുപോലെ ഏത് കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു അലോട്ട്മെന്റ് ലെറ്ററും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെയിം സ്കൂളിൽ മറ്റൊരു കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റും ഉണ്ടെങ്കിൽ അടച്ചാൽ മതിയാകും. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കോ ആണ് കിട്ടിയതെങ്കിൽ ആ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് വരുന്ന എക്സ്ട്രാ ഫീസ് വലുതുമുണ്ടെങ്കിൽ ആ ഒരു ഫീസും, അതുപോലെ നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നുള്ള നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ PTA ഫണ്ട് എന്നിവ തിരിച്ചു തരും. ഇത്രയും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ആദ്യം അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിന്നും നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ ഫീസ് അടച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ ഫീസിൻ്റെ റെസീപ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടാകും. അപ്പോൾ ആ റെസീപ്റ്റും എടുത്തുകൊണ്ട് പുതിയ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ എടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ജൂലൈ 22-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ എടുക്കണം. ജൂലൈ 22 എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് സ്കൂളാണോ കോഴ്സാണോ ഏത് രീതിയിലാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ലഭിച്ചത് ആ ഒരു ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതാണ്. ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആ ട്രാൻസ്ഫർ കിട്ടിയ കോഴ്സിലേക്കോ സ്കൂളിലേക്കോ മാറിയിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നിലവിലെ ആ ഒരു കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.